ഇന്നെൻ്റെ അനിയന് അംഗനവാടിയിൽ വിരഗുളിക കൊടുക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഉമ്മയും വാപ്പയും അനിയനും കൂടെ പോയിരുന്നു. വീടിൻ്റെ കുറച്ച് ദൂരെയായിരുന്നു അംഗനവാടി. അപ്പം ഉമ്മയും വാപ്പയും അനിയനും കൂടെ നടന്നായിരുന്നു പോയിരുന്നത്. അപ്പം അനിയൻ നടന്നു പോയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ഞങ്ങളുടെ അനിയൻ്റെ പേര് മുഹമ്മദ് അസ്ഗറുദ്ദീൻ. ഞങ്ങൾ അവനെ വിളിക്കുന്നത് അസറുമാണ്. അവൻ നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. പക്ഷേ ഗുളിക കഴിക്കാൻ പോവാന്ന് അവൻ അറിയത്തില്ലല്ലോ. നടന്ന് വാവേൻ്റെ കാല് അരച്ച്. അപ്പോൾ ഉമ്മച്ചീൻ്റെയോട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചി എടുത്തപ്പോൾ അവൻ എന്തൊക്കെയോ ഉമ്മച്ചീൻ്റെയോട് പറഞ്ഞുകൊണ്ട് പോവാ. അങ്ങനെ അവൻ ഉമ്മച്ചീൻ്റെയോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചു പോയി. വാപ്പിയുടെ കൈ വയ്യാത്തോണ്ടാ, അല്ലെങ്കിൽ അവൻ വാപ്പിയെടുത്ത് എടുക്കാൻ പറഞ്ഞേനെ. അതുകൊണ്ടാ ഉമ്മയുടെ കൈ ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ ഉമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങി. ഇവരങ്ങനവാടി പോയപ്പോൾ ഞാൻ ഇല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പോയേക്കുമായിരുന്നു. എനിക്കും സ്കൂളിൽ നിന്ന് വിരഗുളിക കിട്ടിയായിരുന്നു. അങ്ങനെ നടന്ന് അംഗനവാടിയിലെത്തി. അവിടുത്തെ വാവാളെ കണ്ടിട്ട് അസുരം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അവനങ്ങനെ അംഗനവാടിയിലൊന്നും പോയി ശീലമില്ലല്ലോ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അവിടെ ഉള്ള കുട്ടികളെല്ലാം അസുറിൻ്റെ അടുത്ത് പേര് ചോദിച്ചു. പക്ഷെ അസുറ് പറഞ്ഞില്ല. അവനിങ്ങനെ കയറണോ വേണ്ടോ ഉള്ള ആലോചിച്ച് നിൽക്കുക. അങ്ങനെ അസുറ് ഇങ്ങനെ ആലോചിച്ച് ഇരുന്നപ്പോഴാ അവിടെ ഒരു കുഞ്ഞു കസേരയാണ്. പിന്നെ അസുറ് ഒന്നും നോക്കിയില്ല, ഓടിക്കേറി കസേരയിൽ ഇരുന്നു. അങ്ങനെ ടീച്ചർ മുട്ടായി ആണെന്നും പറഞ്ഞ് ഗുളികയുടെ പകുതി ഒടിച്ചു കൊടുത്തു. അവൻ മുട്ടായി ആണെന്നും പറഞ്ഞ് തിന്നുകൊണ്ടിരിക്കുക. വെള്ളം കൊടുത്തോ? കുറച്ച് കഴിഞ്ഞപ്പോൾ തുപ്പാനൊക്കെ ശ്രമിച്ച്. പക്ഷെ അത് ടീച്ചർ സമ്മതിച്ചില്ല. വെള്ളം കുടിക്കും. അങ്ങനെ പിന്നെ അവൻ പകുതി ഗുളിക ആദ്യം മുട്ടായി ആണെന്നും പറഞ്ഞ് കഴിച്ചു. പിന്നെ ടീച്ചർ പറഞ്ഞ് ഇനി അവൻ കഴിക്കത്തില്ല എന്നും പറഞ്ഞ് പൊടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് പൊടിക്കാൻ വേണ്ടി പോയി. കഴിച്ചോ പൊന്നെ, കഴിച്ചോ? അങ്ങനെ ടീച്ചർ പൊടിച്ചോണ്ട് വന്നത് അവൻ കഴിക്കാൻ വേണ്ടി ഭയങ്കര മടിയായിരുന്നു. പിന്നെ ടീച്ചർ ഇച്ചിരി വെള്ളത്തിൽ ഇട്ടിട്ട് മരുന്ന് കണക്കാക്കി കൊടുത്തു.
അങ്ങനെ അസുറു അവിടുന്ന് വെള്ളവും ഗുളികയൊക്കെ കഴിച്ച് അവിടുത്തെ ടീച്ചർമാർക്കും വാവകൾക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മച്ചിയും അപ്പിയും അസുറും കൂടെ വീട്ടിലോട്ട് പോവാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തേക്കണം. ടാറ്റ.